ഈഗിൾ സ്വിങ്സിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീറ്റ്സ് അലോക്കേറ്റഡ് ടു ഈച്ച് ബ്രിട്ടീഷ് പ്രൊവിൻസ് ഫോർ ഇലക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി were divided into which categories? Option A Sikh, B Muslim, C General, D all the above. Answer all the above. Second question, what changes were brought in Constituent Assembly after Independence Act of 1947? Option A, princely states joined. B, Constituent Assembly became fully sovereign body. C, Constituent Assembly became legislative body. D, all the above. Answer option D, all the above. Third question, preamble of Constitution was modified form of. Option A, objective resolution. B, schedules. C, both A and B. D, none of the above. Answer option A, objective resolution. Fourth question, when was Indian National Congress officially demanded for a Constituent Assembly? Option A, 1935, B, 1940, C, 1943, D, 1944. Answer option A, 1935. Next question, the first day session of Indian Constituent Assembly was chaired by. Option A, Dr. B.R. Ambedkar, B, Dr. Rajendra Prasad, C, Dr. Sachidananda Sinha, D, Jawaharlal Nehru. Answer option B, Dr. Rajendra Prasad. ഫസ്റ്റ് ഡേ സെഷനിൽ ചെയർഡ് ബൈ എന്ന് ചോദിക്കുമ്പോൾ രാജേന്ദ്ര പ്രസാദും ഫസ്റ്റ് ഡേയിൽ പ്രസിഡൻ്റ് ആയിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുമായിരുന്നു. സച്ചിദാനന്ദ സിൻഹ ഒരു ടെമ്പററി പ്രസിഡൻ്റ് ആയിരുന്നു. പെർമനൻറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ പവർ കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ, ഡോക്ടർ ബി ആർ അംബേദ്കർ, ബി, ജവഹർലാൽ നെഹ്റു, സി, സർദാർ വല്ലഭായ് പട്ടേൽ, ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ഹെഡായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ 22 കമ്മിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ യൂണിയൻ പവർ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും അതിൻ്റെ ഹെഡായിട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th question, idea of the Constituent Assembly was introduced by M.N. Roy in which year? Option A, 1934, B, 1935, C, 1936, D, 1937. Answer option A, 1934. 8th question, the demand for the Constituent Assembly was approved by British in. Option A, 1938, B, 1936, C, 1940, D, 1945. Answer option C, 1940. 9th question, which country adopted first written constitution? Option A, USA, B, UK, C, Germany, D, Italy. Answer option A, USA. 10th question, federal system of the constitution is borrowed from. Option A, Britain, B, USA, C, Government of India Act, C, Canada. Answer option C, Government of India Act 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതിൽ നിന്ന് ബോറോ ചെയ്ത മറ്റുള്ള ഫീച്ചേഴ്സും കൂടി പറയുവാണ്. ഒന്നാമത്തെ ഫെഡറൽ സിസ്റ്റം, പിന്നെ ഓഫീസ് ഓഫ് ദ ഗവർണർ, പവർ ഓഫ് ഫെഡറൽ ജുഡീഷ്യറി, എമർജൻസി പവർ, പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Emergency power is borrowed from option A Britain, B USA, C Government of India Act 1935, D Canada. Answer option C Government of India Act 1935. 12th question. Nomination of members of Rajya Sabha by President is borrowed from option A Ireland, B France, C Russia, D Japan. Answer option A അയർലൻഡ്. രാജ്യസഭയുടെ നോമിനേഷൻ ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ബോറോ ചെയ്തേക്കുന്ന അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പക്ഷേ രാജ്യസഭയുടെ ഇലക്ഷൻ മെത്തേഡ് ഓഫ് ഇലക്ഷൻ ആണെങ്കിൽ അത് സൗത്ത് ആഫ്രിക്കയും അതുപോലെ തന്നെ ജോയിൻറ്റ് സിറ്റിംഗ് രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള ജോയിൻറ്റ് സിറ്റിംഗ് ആ ഫീച്ചർ ബോറോ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അത് മൂന്നും തെറ്റിപ്പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമർജൻസി പ്രൊവിഷൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വാസ് ബോറോഡ് ഫ്രം ഓപ്ഷൻ എ ജപ്പാൻ, ബി ജർമ്മനി, സി റഷ്യ, ഡി സൗത്ത് ആഫ്രിക്ക. ആൻസർ ജർമ്മനി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was the head of the steering committee? Option A Dr. Rajendra Prasad, B Jawaharlal Nehru, C Dr. B.R. Ambedkar, D H.C. Mukherjee. Answer Dr. Rajendra Prasad. അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ നാഷണൽ ഫ്ലാഗ്, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ഇത്രയും കാര്യങ്ങളിലും ഹെഡായിരുന്നത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ ദ നാഷണൽ ഫ്ലാഗ്, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിഡൻഷ്യൽ കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ ഓപ്ഷൻ എ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, ബി കെ എം മുൻഷി, സി ജെ ബി കൃപലാനി, ഡി ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ എ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗസ് കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ ഓപ്ഷൻ എ കെ എം മുൻഷി, ബി പട്ടാഭി സീതാരാമയ്യ, സി ജെ ബി കൃപലാനി, ഡി എച്ച് സി മുഖർജി. ആൻസർ ഓപ്ഷൻ ബി ബി പട്ടാഭി സീതാരാമയ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Order of Business Committee was headed by option A K M Munshi, B Pattabi Sitaramayya, C J B Kripalani, D H C Mukherjee. Answer option A K M Munshi. 18th question. Minority Subcommittee was headed by option A H C Mukherjee, B A V Thakkar, C Jawaharlal Nehru. Answer A H C Mukherjee. മൈനോറിറ്റി സബ് കമ്മിറ്റിയാണ് എച്ച് സി മുഖർജിയുടേത്. പക്ഷേ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് അത് ചോദിക്കുകയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. സബ് കമ്മിറ്റിയാണ്, മൈനോറിറ്റിയുടെ സബ് കമ്മിറ്റിയാണ് എച്ച് സി മുഖർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ സെഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് ദ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ എൻ എ പൽക്കിവാല, ബി ഏണസ്റ്റ് ബർക്കർ, സി കെ എം മുൻഷി, ഡി ജവഹർലാൽ നെഹ്റു, ഇ തക്കൂർദാസ് ഭാർഗവ്. ആൻസർ എൻ എ പൽക്കിവാല. പൽക്കിവാല പറഞ്ഞത് ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രിയാമ്പിളിനെ പറഞ്ഞത്. ബി ഓപ്ഷൻ നോക്കുക. ഏണസ്റ്റ് ബർക്കർ പറഞ്ഞത് കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ആണെന്നാണ് ഏണസ്റ്റ് ബർക്കർ പറഞ്ഞത്. കെ എം മുൻഷി പറഞ്ഞത് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്നാണ് കെ എം മുൻഷി അഭിപ്രായപ്പെട്ടത്. ഇനി ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ഇ തക്കൂർദാസ് ഭാർഗവ് പറഞ്ഞിരിക്കുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് രണ്ട് തിരിഞ്ഞു പോലും. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ തക്കൂർദാസ് ഭാർഗവും,
സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. 20th question. Preamble has been amended by option A 44th amendment, B 42nd amendment, C 56th amendment, D 52nd amendment. Answer option B 42nd amendment. ഒരു പ്രാവശ്യം മാത്രമേ ഇതുവരെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പ്രിയാമ്പിൾ പ്രിയാമ്പിൾ നടന്നിട്ടുള്ളൂ. അത് 42nd amendment ആണ്. Next question. The term "we" in the preamble means option A member of parliament, B council of ministers, C the people of India, D president and prime minister. Answer option C the people of India. പ്രിയാമ്പിൾ തുടങ്ങുന്നത് തന്നെ "we the people of India" എന്നാണ്. അതാണ് പ്രിയാമ്പിളിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും പ്രിയാമ്പിൾ തുടങ്ങുന്നത് തന്നെ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ്. "വി ദ പീപ്പിൾ" ഇപ്പം ഐറിഷ് ആണെങ്കിൽ ഐറിഷ് പീപ്പിൾ, അങ്ങനെ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ പ്രിയാമ്പിളും സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓർഡർ ഓഫ് ദ വേർഡ്സ് ഇൻ പ്രിയാമ്പിൾ ഈസ് ഓപ്ഷൻ എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. രണ്ടാമത്തെ ഓപ്ഷൻ സോഷ്യലിസ്റ്റ്, സോവറിൻ, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. 3 സെക്യുലർ, സോഷ്യലിസ്റ്റ്, സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ലാസ്റ്റ് ഓപ്ഷൻ സോവറിൻ, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ആൻസർ ഓപ്ഷൻ എ ആണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇത് ഒരുപാട് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വെക്കുക. ആദ്യം സോവറിൻ ആണ് വരുന്നത്, പിന്നെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ലാസ്റ്റാണ് ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐഡിയൽ ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ മെൻഷൻഡ് ഇൻ ദ preamble has been taken from option A Russian Revolution, B America, C South Africa, D France. Answer option A Russian Revolution. 24th question. Indian Constitution ensure justice in option A social, economic, C political. Answer D all of the above. Last question. Who said that Indian Constitution is quasi-federal? Option A K.C. Weir, B Ivor Jennings, C Granville Austin, D Dr. B.R. Ambedkar. Answer option A K.C. Weir. ഓപ്ഷൻ ബിയിൽ ഐവർ ജെന്നിങ്സ് പറഞ്ഞത് ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വിശേഷിപ്പിച്ചത്. ഗ്രാൻവിലെ ഓസ്റ്റിൻ പറഞ്ഞത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ്. അംബേദ്കർ പറഞ്ഞത് യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ എന്നാണ്. ഒന്നും കൂടി പറയാം. കെ.സി. വിയർ പറഞ്ഞത് ക്വാസി ഫെഡറൽ, ഐവർ ജെന്നിങ്സ് പറഞ്ഞത് ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി, ഗ്രാൻവിലെ ഓസ്റ്റിൻ കോഓപ്പറേറ്റീവ് ഫെഡറലിസം, അംബേദ്കർ പറഞ്ഞത് യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ എന്നാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. താങ്ക് യു.